ആവേശവും ദേശഭക്തിയും ജ്വലിപ്പിച്ച് ശുഭാംശുവിന്റെ അഭിസംബോധന. 41 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരതം വീണ്ടും ബഹിരാകാശത്തെത്തിയെന്ന് ശുഭാംശു ശുക്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:01 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ആക്സിയം 4 കുതിച്ചുയർന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് 200 കിലോമീറ്റർ മുകളിൽ നിന്നാണ് ശുഭാംശു ശുക്ല ഭാരതത്തെ അഭിസംബോധന ചെയ്തത്. 2, 1, ignition and lift off. For 3 nations, a new chapter in space takes flight. Godspeed AX4. ചരിത്രം രചിച്ചായിരുന്നു ശുഭാംശു ശുക്ലയുടെ യാത്ര. 1984 രാകേഷ് ശർമ്മയുടെ യാത്രയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരു ഭാരതീയൻ ബഹിരാകാശത്തെത്തുന്നത്. ഈ അത്ഭുതകരമായ യാത്ര അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മാത്രമുള്ളതല്ലെന്നും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഭാരതത്തിന്റെ ദൗത്യത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ തോളിലെ ത്രിവർണം നിങ്ങൾ എനിക്കൊപ്പമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്നും 200 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശത്തു നിന്നുമാണ് ഭാരതീയരോട് ശുഭാംശു ശുക്ല സംവദിച്ചത്. नमस्कार मेरे प्यारे देशवासियों, व्हाट अ राइड। 40 साल बाद हम वापस अंतरिक्ष में पहुंच गए हैं और कमाल की राइड थी। इस समय हम 7.5 किलोमीटर प्रति सेकंड की रफ्तार से पृथ्वी की चारों तरफ घूम रहे हैं और मेरे कंधे पे मेरे साथ मेरा तिरंगा है जो मुझे बता रहा है कि नहीं हूँ, मैं आप सबके साथ हूँ। ये मेरी इंटरनेशनल स्पेस स्टेशन तक की जर्नी की शुरुआत नहीं है, ये भारत के ह्यूमन स्पेस प्रोग्राम की शुरुआत है और मैं चाहता हूं कि आप सभी देशवासी इस यात्रा का हिस्सा बने। आपका भी सीना जैसे चौड़ा होना चाहिए, आप भी उतना ही एक्साइटमेंट दिखाइए। आइए हम सब मिलकर भारत की ह्यूमन स्पेस प्रोग्राम की जर्नी की शुरुआत करें। धन्यवाद। जय हिंद, जय भारत। ജയ് ഹിന്ദ് ജയ് ഭാരത് വിളികളോടെയാണ് പേടകത്തിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചത്. US ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ആക്സിയം 4 വിക്ഷേപണം. 28 മണിക്കൂറിലേറെ നീളുന്ന യാത്രയ്ക്ക് ശേഷം നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 പേടകം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. സയൻസ് ഡെസ്ക്, ജനം.